പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 106 ആദ്യ വചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: കർത്താവിന് നന്ദി പറയുവിൻ, അവിടുത്തെ സ്തുതിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. ഈ സായാഹ്നത്തിൽ കർത്താവിനെ സ്തുതിക്കുവാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. നല്ലവനായ കർത്താവിനെ, നമുക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യുന്ന നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാനായിട്ട് ഒരുങ്ങാം, സ്തുതിക്കാനായിട്ട് ഒരുങ്ങാം. ഈ ശുശ്രൂഷയ്ക്കായിട്ട് നമ്മെ സഹായിക്കുന്നത് ഷലോമിൻ്റെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ശുശ്രൂഷ ചെയ്യുന്ന ശ്രീ ജിനോബി ജോസാണ്. സഹോദരനോട് ചേർന്ന് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. Praise the Lord. Praise the Lord. Hallelujah. 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 ഈ രാത്രിയിൽ ദൈവത്തെ ആരാധിക്കുവാനും അവിടുത്തേക്ക് നന്ദി പറയുവാനുമായി പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന പ്രിയ ദൈവജനമേ, കർത്താവ് ഈ രാത്രിയിൽ നിങ്ങളോട് പറയുന്നു. ജെറമിയായുടെ പുസ്തകം 24-ാം അധ്യായം 19-ാം തിരുവചനം ഇപ്രകാരമാണ് അവിടെ കാണുക: ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതം ഐശ്വര്യപൂർണമായിരുന്നു, നിന്റെ കുടുംബം ഐശ്വര്യപൂർണമായിരുന്നു, നിന്റെ സാമ്പത്തിക മേഖല ഐശ്വര്യപൂർണമായിരുന്നു, നിന്റെ ആരോഗ്യം ഐശ്വര്യപൂർണമായിരുന്നു. എന്നാൽ ഇന്ന് ഇതെല്ലാം നിനക്ക് നഷ്ടമായിരിക്കുന്നു. ഈ നഷ്ടമായി പോയ ഐശ്വര്യത്തെ നിന്റെ നല്ലവനായ ദൈവം ഇതാ ഈ രാത്രിയിൽ നിനക്ക് തിരികെ നൽകുവാൻ പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തോടെ ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, അവിടുത്തെ സന്നിധിയിൽ ഈ ഐശ്വര്യം പ്രാപിക്കുവാൻ നാം ഒന്ന് മാത്രമേ ചെയ്യേണ്ടൂ. നമ്മുടെ ജീവിതം നന്ദിയുടെ ഒരു ജീവിതമായിരിക്കണം. നമ്മുടെ ജീവിതം സ്തുതികളുടെ ഒരു ജീവിതമായിരിക്കണം. നിന്റെ നല്ലവനായ ദൈവം ഒന്ന് മാത്രമേ ഈ രാത്രിയിൽ നിന്നിൽ നിന്നും ആഗ്രഹിക്കുന്നുള്ളൂ. നീ എല്ലാം മറന്ന് അവിടുത്തെ ആരാധിക്കണം. അവിടുത്തെ സ്തുതിക്കുന്ന ഒരു ജീവിതമായി നിന്റെ ജീവിതം മാറണം. സങ്കീർത്തനം 66-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ നാം ഇപ്രകാരം കാണുന്നു: ഭൂവാസികളെ, ആഹ്ലാദത്തോടെ ദൈവത്തിന് ആർപ്പ് വിളിക്കുവിൻ, അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുവിൻ, സ്തുതികളാൽ അവിടുത്തേക്ക് നന്ദി പറയുവിൻ. ഈ സായാഹ്നത്തിൽ ദൈവം നിന്നിൽ നിന്നും ആഗ്രഹിക്കുന്നത് അതാണ്. എല്ലാ കാര്യങ്ങളിലും നന്ദി പറയുന്ന ഒരു ജീവിതം, ഇടവിടാതെ അവിടുത്തെ ആരാധിക്കുന്ന ഒരു ജീവിതം, ആഹ്ലാദത്തോടെ അവിടുത്തേക്ക് ആർപ്പ് വിളിക്കുവിൻ. വീണ്ടും സങ്കീർത്തകൻ പറയുന്നു, 103-ാം അധ്യായം 2-ാം തിരുലിഖിതം: കർത്താവ് അവിടുത്തെ ആരാധിക്കുവിൻ, എൻ്റെ അന്തരംഗമേ അവിടുത്തെ വാഴ്ത്തുവിൻ, അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത്. അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത്. അതേ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ നാളുകളിൽ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിന്റെ ജീവിതത്തെ ദൈവം നിറച്ചിട്ടുണ്ട്. നിന്റെ ഈ ജീവിതം, നീ ശ്വസിക്കുന്ന പ്രാണവായു, നിന്റെ കുടുംബം, നിന്റെ മാതാപിതാക്കള്, നിന്റെ ജീവിത പങ്കാളി, നിന്റെ മക്കള്, നിന്റെ ജോലി, ഇവയെല്ലാം ദൈവം നിനക്ക് ദാനമായി നൽകിയതാണ്. നീ എന്നെങ്കിലും അവിടുത്തേക്ക് നന്ദി പറയുവാൻ മറന്നുപോയിട്ടുണ്ടോ? ഈ രാത്രിയിൽ ദൈവം നിന്നോട് ആവശ്യപ്പെടുന്നു, അവിടുന്ന് നൽകിയ അനുഗ്രഹം ഒന്നും നീ മറക്കരുത്. അതേ പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തിന് നന്ദി പറയുവാൻ നമുക്ക് അവിടുത്തെ സന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. എല്ലാം മറന്ന് അവിടുത്തെ ഒന്ന് ആരാധിക്കുക. തന്ന അനുഗ്രഹങ്ങളെയൊക്കെ ഓർത്ത് അവിടുത്തേക്ക് സ്തുതി പറയുക. നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. ഈ രാത്രിയിൽ അവിടുത്തെ കരബലം നിന്റെ ജീവിതത്തിൽ പ്രകടമാകണം. അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ഒരു ഘോഷയാത്ര നിന്റെ കുടുംബത്തിൽ സംഭവിക്കണം. ഒരുപക്ഷെ നീ ഇന്ന് തകർന്നിരിക്കുന്ന വ്യക്തിയായിരിക്കാം.
കണ്ണുനീരിന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം, കടഭാരത്താൽ കഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കാം, രോഗത്താൽ കഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കാം. ഓർക്കുക, നിന്റെ ദൈവം വലിയവനായ ദൈവമാണ്. അവന്റെ കരമിത നിന്റെ മേൽ ഉയർന്നിരിക്കുന്നു. അവന്റെ കരമിത നിന്റെ മേൽ നീട്ടിയിരിക്കുന്നു. നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കുവാൻ, നിന്നെ അനുഗ്രഹിക്കുവാൻ അവിടുന്ന് ഇതാ തിരുമനസ്സായിരിക്കുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 30-ാം തിരുലിഖിതം ഇപ്രകാരം എഴുതി വച്ചിരിക്കുന്നു: കർത്താവേ, അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരം നീട്ടണമേ. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ തിരുലിഖിതം ഇപ്രകാരം എഴുതി വച്ചിരിക്കുന്നു: അവർ സമ്മേളിച്ചിരിക്കുന്ന സ്ഥലം കുലുങ്ങി, പരിശുദ്ധാത്മാവിനാൽ അവർ പൂരിതരായി. ഇപ്പോൾ നീ ആയിരിക്കുന്ന സ്ഥലം, നീ ആയിരിക്കുന്ന ഭവനം, നീ നിൽക്കുന്ന സ്ഥലം, നീ കിടക്കുന്ന കട്ടിൽ, അവിടെയെല്ലാം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങും. വിശ്വാസത്തോടെ നീ പ്രാർത്ഥിക്കുക, ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തുക. ഓ പ്രിയ ദൈവമേ, എന്നെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുക, എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. നഷ്ടപ്പെട്ടു പോയ എന്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ആരൊക്കെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നുവോ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നുവോ, അവരുടെ ജീവിതത്തിലേക്ക് യേശുവിത തന്റെ കരങ്ങൾ നീട്ടുന്നു. യേശുവേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, നിന്റെ സാന്നിധ്യം നിറയ്ക്കണമേ, നിന്റെ സാന്നിധ്യം നൽകണമേ, അഗ്നിയെ അയക്കണമേ. ഗ്ലോറി, 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 ഗ്ലോറി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവശക്തിയോടെ ഗാനത്തോട് ചേർന്ന് ആ നല്ലവനായ ദൈവത്തെ ഈ നിമിഷങ്ങളിൽ എല്ലാം മറന്ന് നമുക്ക് പാടി ആരാധിക്കാം. ദൈവത്തെ കണ്ടുകൊണ്ട് താളത്തിൽ കരങ്ങളടിച്ച് സന്തോഷത്തോടെ ഈ നിമിഷങ്ങളിൽ ജീവിക്കുന്ന ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. സർവശക്തനായ ദൈവത്തെയാണ് നമ്മൾ പാടി ആരാധിക്കുന്നത്. ആ വിശ്വാസത്തോടെ, ബോധ്യത്തോടെ ഒന്ന് ചേർന്ന് നമുക്ക് ആരാധിക്കാം. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. കരങ്ങൾ ഉയർത്തി ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. സത്യവിശ്വാസ മാർഗത്തിൽ ആയിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. സത്യവിശ്വാസ മാർഗത്തിൽ ആയിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ. ഈജിപ്തിൽ അടിമത്തത്തിൽ കഴിഞ്ഞൊരു ദൈവജനം തന്റെ പ്രിയപ്പെട്ട മക്കളെ മോചിപ്പിക്കുവാൻ ദൈവം മോശയെ അഭിഷേകം ചെയ്തു. മോശ പറഞ്ഞു, എനിക്ക് വാക്ചാതുര്യമില്ല,
ഞാൻ വിക്കനായ മനുഷ്യനാണ്, ഈ ജനത്തെ നയിക്കുവാൻ എനിക്ക് സാധിക്കുകയില്ല. ദൈവം അവനെ അഭിഷേകം ചെയ്തു. പ്രിയപ്പെട്ടവരെ, ലോകം ഇന്നുവരെയും കാണാത്ത അത്ഭുതങ്ങളിലൂടെ ആ ദൈവജനത്തെ ദൈവം വഴി നടത്തി. ചെങ്കടൽ പിളർന്ന് അഗ്നിസ്തംഭമായി, മേഘത്തൂണായി, മന്ന വർഷിച്ച്, കാടപ്പക്ഷിയെ വർഷിച്ച് ദൈവം വർഷങ്ങളോളം അവരെ തീറ്റിപ്പറ്റി. അതേ പ്രിയപ്പെട്ടവരെ, ആ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. നിന്റെ ജീവിതത്തിൽ അഭിഷേകം ചെയ്യുവാൻ, നിന്റെ ജീവിതത്തെ ശക്തിപ്പെടുത്തുവാൻ, നിന്റെ ജീവിതത്തെ അനുഗ്രഹിക്കുവാൻ ഒരു മോശയെ പോലെ നിന്നെ ഇതാ അവൻ കരം പിടിച്ചുയർത്തുവാൻ തയ്യാറായിരിക്കുന്നു. ആ നല്ലവനായ ദൈവത്തെ കണ്ടുകൊണ്ട് വീണ്ടും നമുക്ക് പാടി ആരാധിക്കാം. മോശയുടെ കരങ്ങളാൽ വെളിപ്പെട്ട് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഈജിപ്തിൽ മോശയുടെ കരങ്ങളാൽ വെളിപ്പെട്ട് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഇവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. സത്യവിശ്വാസ മാർഗത്തിൽ ആയിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. സത്യവിശ്വാസ മാർഗത്തിൽ ആയിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ. ബാബിലോണിൽ അടിമത്തത്തിൽ കഴിഞ്ഞ ദൈവജനത്തെ മോചിപ്പിക്കുവാൻ ദൈവം ഒരു മനുഷ്യനെ ഉയർത്തി. ദാനിയേലിന്റെ വാക്കുകളിലൂടെ വെളിപ്പെടുത്തപ്പെട്ട അത്ഭുതത്തിന്റെ ജ്ഞാനപ്രവർത്തികൾ, വീര്യപ്രവർത്തികൾ ഭരണാധിപന്മാരെ ആ ജനത്തെ വിട്ടയക്കുവാൻ പ്രേരിപ്പിച്ചു. അതേ പ്രിയപ്പെട്ടവരെ, ഇന്നും ജീവിക്കുന്നവനായ ദൈവം, ദാനിയേലിൽ പ്രവർത്തിച്ച അതേ ദൈവം, അതേ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മുടെ ജീവിതത്തിലും പ്രവർത്തിക്കുവാൻ തയ്യാറായിരിക്കുന്നു. സർവശക്തിയോടെ എല്ലാം മറന്ന് നീ അവിടുത്തെ ആരാധിക്കുമെങ്കിൽ, അവിടുത്തേക്ക് നന്ദി പറയുമെങ്കിൽ, ആ ദൈവം ഇന്ന് നിന്റെ ജീവിതത്തിലും നിന്റെ കുറവുകളിലും നിറവായി അവൻ കടന്നു വരും. വിശ്വാസത്തോടെ വീണ്ടും കരങ്ങളടിച്ച് പാടി ആരാധിക്കാം. ബാബിലോണിൽ ദാനിയേലിൻ വാക്കുകളിൽ വെളിപ്പെട്ട് ജ്ഞാനശക്തി ഒഴുകിടട്ടെ. ബാബിലോണിൽ ദാനിയേലിൻ വാക്കുകളിൽ വെളിപ്പെട്ട് ജ്ഞാനശക്തി ഒഴുകിടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. സത്യവിശ്വാസ മാർഗത്തിൽ ആയിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. സത്യവിശ്വാസ മാർഗത്തിൽ ആയിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ. മത്സ്യം പിടിച്ചു നടന്നിരുന്ന ഉളുമ്പ് മണമുള്ള സാധാരണ മനുഷ്യർ, യേശു അവരെ വിളിച്ച് മനുഷ്യരെ പിടിക്കുന്നവരാക്കി മാറ്റി. അതേ പ്രിയപ്പെട്ടവരെ, അറിവില്ലാത്തവരും ജ്ഞാനമില്ലാത്തവരും കഴിവില്ലാത്തവരുമായ സാധാരണ മുക്കുവരായ മനുഷ്യർ, അവരെ പിടിച്ച് മനുഷ്യരെ പിടിക്കുന്നവരാക്കി മാറ്റിയ നമ്മുടെ സർവശക്തനായ ദൈവം. പത്രോസ് നടന്നു പോകുന്ന വഴികളിൽ ഇരുവശത്തും കിടക്കകളിൽ അവർ രോഗിയെ കൊണ്ടുവന്ന് കിടത്തി. എന്തിനാണെന്നറിയാമോ? പത്രോസ് നടന്നു പോകുമ്പോൾ അവന്റെ നിഴലെങ്കിലും സ്പർശിച്ചാൽ അവർ സൗഖ്യം പ്രാപിക്കുമെന്നവർ വിശ്വസിച്ചു. അതേ പ്രിയപ്പെട്ടവരെ, പത്രോസിന്റെ നിഴലടിച്ച അനേകം രോഗികൾ രോഗസൗഖ്യം പ്രാപിച്ചു. പ്രിയപ്പെട്ടവരെ, ആ നല്ലവനായ ദൈവം
ഇന്നും ജീവിക്കുന്ന ദൈവം അവൻ നിന്റെ ജീവിതത്തിലും പ്രവർത്തിക്കും. നിന്റെ രോഗങ്ങളെ സുഖപ്പെടുത്തും. നിന്റെ കുറവുകളിലേക്ക് കടന്നു വരും. വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തി വീണ്ടും നമുക്ക് അവനെ ആരാധിക്കാം. സൗഖ്യശക്തി വ്യാപരിച്ച് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. പത്രോസിന്റെ നിഴലിൽ സൗഖ്യശക്തി വ്യാപരിച്ച് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. എന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. സത്യവിശ്വാസ മാർഗത്തിൽ ആയിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. സത്യവിശ്വാസ മാർഗത്തിൽ ആയിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ. തിരുസഭ ഉണരട്ടെ. ദൈവരാജ്യം വളർന്നിടട്ടെ. തിരുസഭ ഉണരട്ടെ. ദൈവരാജ്യം വളർന്നിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. സത്യവിശ്വാസ മാർഗത്തിൽ ആയിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ, അടയാളങ്ങൾ സംഭവിക്കുവാൻ, പ്രിയപ്പെട്ടവരെ ഈ രാത്രിയിൽ എന്റെ ജീവിതത്തെ അനുഗ്രഹിക്കുവാൻ ദൈവം ഇതാ കടന്നു വരുന്നു. അവന്റെ കരബലം ഇതാ ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകുവാൻ പോകുന്നു. അവന്റെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ ജീവിതങ്ങൾ നിറയപ്പെടുവാൻ പോകുന്നു. തകർന്നുപോയ നമ്മുടെ ജീവിതം, തളർന്നുപോയ നമ്മുടെ ജീവിതം, രോഗഗ്രസ്തമായ നമ്മുടെ ജീവിതം, എല്ലാ മേഖലകളിലേക്കും പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒഴുകപ്പെടുന്നു. അവനെ എല്ലാം മറന്ന് നമുക്ക് ആരാധിക്കാം. യേശുവിന്റെ സാന്നിധ്യം കൊണ്ട് നിറയപ്പെടട്ടെ. കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. സമൂഹങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ജോലി മേഖലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. സാമ്പത്തിക മേഖലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഒരിക്കൽ കൂടി നമുക്ക് അവനെ ആരാധിക്കാം. എല്ലാം മറന്ന് യേശുവേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുക. കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുക. അവൻ ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. നിന്നെ സുഖപ്പെടുത്തുന്ന ദൈവമാണ്. തകർച്ചകളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്ലോറി, 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 ഗ്ലോറി. യേശുവേ നിന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിനെ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തളർന്നുപോയ ജീവിതങ്ങളുടെ മേൽ, തകർന്നുപോയ ജീവിതങ്ങളുടെ മേൽ ആത്മാവിനെ വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല 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 ഹല. ഗ്ലോറി, 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 ഗ്ലോറി. ആത്മാവേ നിറയണമേ, 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 നിറയണമേ. പരിശുദ്ധാത്മാവേ ഏറ്റെടുക്കണമേ. സാന്നിധ്യം നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. സ്തുതിക്കുന്ന കർത്താവേ നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു. ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല 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 ഹല. ശിരില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 ി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശരളളള. Praise the Lord. Hallelujah. Hallelujah. ശാന്തമായി ഇരിക്കുക.